ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഇക്ക ലീവ് കിട്ടാത്തതുകൊണ്ട് മൂപ്പരുണ്ടായിരുന്നില്ല. ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോസ് എടുത്ത് വ്ലോഗ് ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ മുൻകൂട്ടി വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് എടുത്തത്. ആ സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാനെന്നുള്ളൊരു മൂഡൊന്നും ആയിരുന്നില്ല. ഇക്കല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ പോണത്. ഇക്കാന്നല്ല, ആരും അല്ലാതെ ഞാനും മോനും ഒറ്റയ്ക്കായിട്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഹാപ്പി ആയിട്ടാവും പോകുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഭയങ്കര വീക്കായിരുന്നു ഞാൻ ആ സമയത്ത്. പിന്നെ ഏതായാലും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതല്ലേ, അങ്ങനെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ ആദ്യം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. ഫ്ലൈറ്റ് 10 മണിക്കായിരുന്നു ഖത്തറിൽ നിന്ന്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇല്ലാത്തതുകൊണ്ട് മെൻ്റലി ഇമോഷണലി നല്ല വീക്കായിരുന്നു. അതുകൊണ്ട് എയർപോർട്ടിൽ എത്തിയതിന് ശേഷം എനിക്കധികം വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എയർപോർട്ടിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പാർക്ക് ചെയ്ത് പിന്നെ വരുമായിരുന്നു. അപ്പോഴേക്കും നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. എമിഗ്രേഷന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നിക്ക വന്ന് പിന്നെ ഒന്നുകൂടി ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിലോട്ട് പോവാണ്. ബി ഗേറ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ആരും ഇല്ലാതെ അവൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഒരു ടാസ്ക്കായിരുന്നു. പിന്നെ അവന് ഓവറായിട്ട് കച്ചറൊന്നും ഉണ്ടാക്കിയില്ല, നല്ല കുട്ടിയൊക്കെ ആയിട്ട് ഇരുന്നിരുന്നു. ഇതുപോലെ ചെറിയ മക്കളൊക്കെ ആയി ട്രാവൽ ചെയ്യുന്നവർ അവർക്ക് ഇതുപോലെ ട്രോളിയോ അങ്ങനെ എന്തെങ്കിലും അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ നമുക്ക് ട്രാവലിംഗ് ഈസി ആവും. ഞാനിത് അറിഞ്ഞ് ചെയ്തതൊന്നുമല്ല. അവൻ ഓൾറെഡി ഒരു ട്രോളി മേടിച്ചിട്ടുണ്ടായിരുന്നു. അവനോട് ഇങ്ങനെ കുറച്ച് മുന്നേ മുതലേ പറയുന്നുണ്ട്, ഇത് അവൻ്റെ ട്രോളിയാണ്, ഇത് അവൻ പിടിക്കണം, അവൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവാം അവന് എയർപോർട്ട് ഫുൾ ആ ട്രോളി കൊണ്ട് അവൻ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ കുറേ കച്ചറകളൊന്നും അവന് ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ട്രാവലിംഗ് ഒന്നുകൂടി ഈസി ആയിരുന്നു ട്രോളി ഉള്ളതുകൊണ്ട്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആൾ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ബേക്കറീസും ചിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ആളൊന്ന് ഇങ്ങോട്ട് സ്വയം കിടത്താൻ തുടങ്ങിയപ്പോൾ ഞാനതൊക്കെ കൊടുത്ത് അതിന് ശേഷം അവനെ അപ്പുറത്തെ സീറ്റിൽ ആളില്ലാത്തതുകൊണ്ട് അവിടെ കിടത്തി ഉറങ്ങാൻ പറഞ്ഞു. ഒരു അരമണിക്കൂറൊക്കെ ആളിങ്ങനെ തിരിഞ്ഞു പറഞ്ഞിട്ട് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പരങ്ങനെ കിടന്നുറങ്ങി. റിപ്പബ്ലിക് ഡേയുടെ അന്നായിരുന്നു ഞങ്ങൾ ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും റിപ്പബ്ലിക് ഡേയുടെ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി അവന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ലഗേജ് എടുക്കാൻ വന്നത്. അത് ഞങ്ങളുടെ ലഗേജ് ആയിരുന്നു ആ സ്റ്റക്കായി നിന്നത്. അതാണ് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് പുലർച്ചെ 4:30ക്കാണ് ലാൻഡ് ചെയ്തത്.
അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴേക്കിനും ഒരു 5:15 ആ സമയം ആയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കിനും ഉമ്മയും ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കണ്ടപ്പോൾ ഐജമ്മ നല്ല ഹാപ്പിയായി. ഞങ്ങൾ പിന്നെ അവരെ കൂടെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു ചെറിയ വീഡിയോ ആണ്, കണ്ടൻ്റ് ആക്കാനുള്ളതൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു നല്ല ഓർമ്മക്കായിട്ട് അവിടെ ഇരുന്നോട്ട് വിചാരിച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യാണ്.